മച്ചാമാരെ techjuniorsലേക്ക് വീണ്ടും സ്വാഗതം. മച്ചാമാരെ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കേരളത്തിൽ ഇന്നേവരെയായിട്ട് ഈ ഒരു വീഡിയോ ആരും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സംഭവം വേറൊന്നല്ല മച്ചാമാരെ, ഈ ഒരു മഴച്ചാറ്റിൻ്റെ ഇടയിൽ നമ്മ ഇന്ന് സ്വിമ്മിംഗ് പൂളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അടിപൊളി വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മച്ചാമാരെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ വിട്ടാലോ നമ്മുടെ കിട്ടുകിടാച്ചി വീഡിയോക്ക്. ഇറ്റ്സ് ഓൾ അബൌട്ട് മച്ചാമാരെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ടർപ്പായ വിരിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളെ ഈ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ് ചെറുതായിട്ടൊന്ന് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. മുകൾ വശം നമ്മൾ ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ ടർപ്പായ കീറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്നാൽ മച്ചാമാരെ. അപ്പൊ നമ്മളെ ഈ ഒരു നെറ്റിന്റെ മുകൾ വശത്ത് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നല്ല, ഇതിന്റെ ഉള്ളിലേക്ക് ടർപ്പായിടുമ്പോ ഇതിന്റെ മുകൾ വശം കാരണം കീറിപ്പോനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് കാരണം തന്നെ നമ്മത് തുണിയൊക്കെ ചുറ്റിയെടുക്കുകയാണ്. പഴയ തുണിയാണ്. ഇനി നമുക്ക് ടർപ്പായി ഇട്ടിട്ട് വെള്ളം നിറച്ചിട്ട് കാണാട്ടോ മച്ചാമാരെ. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ അടിപൊളിയായിട്ട് നമ്മത് ചുറ്റിനും വടികളൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിനുള്ളിൽ വെള്ളം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് കാരണം തന്നെ വടികളൊക്കെ ചുറ്റി അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടർപ്പായങ്ങളും വിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂള് റെഡി ആയി കിട്ടും. വെച്ചാൽ വരെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. അങ്ങനെ ടർപ്പായൊക്കെ സെറ്റ് ആക്കിയത് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുഞ്ഞപ്പാ ഓണായിക്കോ. അതല്ല വെള്ളം വരണ്ട. അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെള്ളത്തിന് ഉപ്പും വെള്ളം ഉണ്ടാ. കാരണം വെച്ചാല് ഇപ്പുറത്തും ഉപ്പും വെള്ളമാണ്. ഈ കാണുന്ന തോടും ഉപ്പും വെള്ളമാണ്. അത് കാരണം തന്നെ നമുക്ക് ഉപ്പും വെള്ളം കിട്ടുള്ളൂ. അത് കാരണം ഈ ഒരു വെള്ളത്തിൽ തന്നെ കുളിക്കേണ്ട അവസ്ഥയാണ്. അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം പിടിക്കുന്ന അറിയില്ല. അടിപൊളി വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. കാരണം വെച്ചാൽ വെറുതെ കടന്നിട്ട് നെറ്റുമ്പോ വെറുതെ ഒരു ടർപ്പായ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി വെള്ളം നിറച്ച് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പൊ മച്ചന്മാരെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം മച്ചന്മാര്. അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞപ്പന്റെ ഒരു കാൽമുട്ട് വരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുഞ്ഞപ്പ ഓഫ് ചെയ്തോ. ഇനി നമുക്ക് കുഞ്ഞപ്പന്റെ കുളി കാണാം.
അപ്പൊ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാ മച്ചന്മാർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് എങ്ങനെയുണ്ടായിരുന്നു സംഭവം? അടിപൊളിയായിരുന്നില്ലേ? അപ്പൊ ഈ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇവിടെ കടന്നിരുന്ന ഈ ഒരു പറമ്പിൽ കടന്നിരുന്ന ഈ ഒരു ഗ്രില്ലിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ടർപ്പായ കുത്തിക്കയറ്റി വെള്ളം നിറച്ച് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിനും മികച്ച ഒരു വീഡിയോ നിങ്ങൾക്ക് ഇനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെയും ക്യാമറമാൻ റാസി മച്ചാനും അനന്തും കണ്ണമ്മോനും എല്ലാ കൂട്ടുകാരോടൊപ്പം Lal signing out. Techjuniors.